ഈ സ്ത്രീയെക്കുറിച്ചും ഈ സ്ത്രീ പ്രതിനിധീകരിക്കുന്ന ഈ കന്യാസ്ത്രീ സമൂഹത്തെക്കുറിച്ചും SDP പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സ്ലീപ്പർ സെല്ലുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അറുമാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കന്യാസ്ത്രീയുടെ നിയമപ്രകാരം അവരുടെ യൂണിഫോമാണത്. അവർ ആ യൂണിഫോമിൽ എന്തെങ്കിലും ആൾട്രേഷൻ കാണിക്കുന്നുണ്ടോ? ഒരു കന്യാസ്ത്രീ, അതൊരു പള്ളിയിലച്ഛനായി കഴിഞ്ഞാൽ പള്ളിയിലച്ഛൻ്റെ വേഷം എന്താണ്? പള്ളിയിലച്ഛനൊരു തിരുവസ്ത്രമുണ്ട്, അതാണ് പള്ളിയിലച്ഛൻ്റെ വേഷം. കന്യാസ്ത്രീ ആയിക്കഴിഞ്ഞാൽ ആ ഹെഡ് സ്കാർഫ് ഉൾപ്പെടെ അവരുടെ വേഷമാണ്, അതാണ് അവരുടെ യൂണിഫോം എന്ന് പറയുന്നത്. ആ കന്യാസ്ത്രീ ഹെഡ് സ്കാർഫ് ഇട്ടില്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവരെ ചോദ്യം ചെയ്യേണ്ടത്. എന്തുകൊണ്ട് കന്യാസ്ത്രീ ഹെഡ് സ്കാർഫ് ഒന്നും ഇടാതെ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് മുടിയിലൊക്കെ ഫെമ്മ കടിച്ച് കന്യാസ്ത്രീ ഇങ്ങനെ യോ യോ എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ നമ്മൾ അപ്പോൾ നമ്മൾ പറയണം, നിങ്ങൾക്കത് അനുഷ്ഠിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ കന്യാസ്ത്രീ ആവണ്ട എന്ന് നമുക്ക് അവരോട് പറഞ്ഞ് അവരെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? കന്യാസ്ത്രീ ആവാനായിട്ട്. അത് അനുഷ്ഠിക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ മാറിയെന്ന് ഒരു പ്രശ്നവുമില്ല, ഇവിടെ നോ ഇഷ്യൂസ് എന്ന് നമുക്ക്. പക്ഷേ ഒരു കന്യാസ്ത്രീ ഇതുവരെ യോ യോ ആയിട്ട് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതാണ് അവരുടെ യൂണിഫോം. അതുപോലെ സ്കൂളിലെ യൂണിഫോം ഇതാണ്, ഇതിടണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇതുപോലും മനസ്സിലാക്കാത്ത മണ്ടന്മാരാണ് ഈ അടുപ്പ് കൂട്ടിയിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു. അതിൽ തന്നെ വന്നെത്തുമെന്ന് എനിക്കറിയാമല്ലോ. ഇനി അവസാനമായിട്ട് അണ്ണൻ്റെ അപേക്ഷയാണ്. ഹൃദയവിശാലതയുള്ള സ്ത്രീകളാണ് കന്യാസ്ത്രീകൾ. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരുടെ ഹൃദയം തുറന്നു കൊടുത്ത് ഒരു ചെറിയ കഷ്ണം തുണിയല്ലേ അത് ആ കുട്ടിക്ക് ഇടാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം എന്നാണ് നമ്മുടെ അണ്ണൻ പറയുന്നത്.